ഹലോ, ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇന്ന് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നോക്കിയാലോ. രാവിലെ എഴുന്നേറ്റ പാടെ ബ്രഷ് ചെയ്ത് മുഖമൊക്കെ ഒന്ന് കഴുകി മുടിയെല്ലാം ഒന്ന് കെട്ടിവെച്ച് ഒന്ന് റെഡിയായി. അച്ചൂട്ട് ഉറങ്ങായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലത്തേക്ക് ഇഡലിയായിരുന്നു കേട്ടോ. അത് അടുപ്പത്ത് വെച്ച് അതും ഒരു അടുപ്പത്ത് വെച്ച് ഇപ്പുറത്തെ അടുപ്പിൽ ചോറിനും വെള്ളം വെച്ച് ഇപ്പം ചോറ് നല്ലോണം തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് എന്നാൽ ഇന്ന് നിലക്കടല ചട്നി ഇഡലിയാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം നിലക്കടലയും ഒക്കെ ഒന്ന് പെട്ടെന്ന് വറുത്തെടുത്ത് അതൊന്ന് റെഡിയാക്കി ഒന്ന് അരയ്ക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും തന്നെ അച്ചൂട്ട എഴുന്നേറ്റു. അച്ചൂട്ടന് പിന്നെ രാവിലെ എഴുന്നേറ്റ ഒരു കരച്ചിലുള്ളതാണ്. പിന്നെ ഞാൻ അവിടെ പോയി പാലൊക്കെ കൊടുത്ത് ഒന്ന് കുറച്ച് നേരം കൊഞ്ചിക്കുകയൊക്കെ ചെയ്തപ്പോൾ പിന്നെ കുറച്ചൊന്ന് റെഡിയായി. പിന്നെ ഞാൻ അവനെ എടുത്ത് മെല്ലെ ചട്നിയൊക്കെ നരച്ച് അവനെയും പല്ല് തേപ്പിച്ച് ഞാനും അച്ചൂട്ടനും കൂടെ ചായയും കുടിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് കുറേ പണിയുണ്ടായിരുന്നു കേട്ടോ. അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്ത് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ കണ്ണൻ രാവിലത്തെ കഴിഞ്ഞ് റെസ്റ്റിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് കണ്ണൻ്റെ അടുത്താക്കിയിട്ട് ഞാൻ പെട്ടെന്ന് പോയി അലക്കി തുണിയൊക്കെ വിരിച്ചിടാണ്ടുമായിരുന്നു. 2 ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് അലക്കാനൊന്നും പറ്റിയില്ല. ഞങ്ങൾക്ക് ഇവിടെ വിരിച്ചിടാൻ സ്ഥലമുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടീൻ്റെ തുണി മാത്രം അലക്കിയിട്ടതായിരുന്നു. പിന്നെ ഇന്ന് കുറേ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പോയി അച്ചൂട്ടനെ കുളിപ്പിച്ച് അവനെ ഒന്ന് സുന്ദരനാക്കി. ഞങ്ങൾ എണീക്കുമ്പോൾ തന്നെ ലേറ്റ് ആവും കേട്ടോ. പിന്നെ ഞാൻ അവനെ കുളിപ്പിച്ച് ഒന്ന് റെഡിയാക്കി വന്ന് അവൻ ഫോൺ നോക്കി ഹായൊക്കെ പറയുന്നതാണ് ഈ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്കൊക്കെ ഫുഡൊക്കെ കഴിച്ച് അതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് ഒരുങ്ങി നിൽക്കുന്നത് ഞങ്ങളിന്ന് ഒരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു. കാരണം പെട്ടെന്ന് ലീവ് എടുത്ത് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. അച്ചൂട്ടൻ കുറേ ദിവസമായി പറയുന്നു. ഞങ്ങൾ എന്നും പോകുന്ന സ്ഥലമൊക്കെ തന്നെയാണ്, ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. എന്നാൽ പോയാലോ, എങ്ങോട്ടാ നോക്കാം. ഇത് ഞാനിപ്പോൾ നല്ല വെട്ടം കണ്ടുകൊണ്ട് കുറച്ച് സൺ കിസ്സിങ് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. പക്ഷെ അത് ഒന്നൊന്നര കിസ്സിങ് ആയിപ്പോയി. നല്ല വെയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ വഴി കണ്ടപ്പം തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവല്ലേ ഇതെവിടെ. അങ്ങനെ ഞങ്ങളിപ്പം ശംഖുമുഖം എത്താനായി. ഇത് എയർപോർട്ട് റോഡാണ്. അച്ചൂട്ടിന് ഇങ്ങനെ വിമാനം കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് പറയും, ഇതിലേ പോകുമ്പോഴൊക്കെ ആണെങ്കിലും പറയും. അങ്ങനെ ഞങ്ങൾ ശംഖുമുഖം എത്തി. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണെങ്കിൽ പോലും ഇന്ന് ഈ ഒരു അമ്പലത്തിൻ്റെ ഈ ഒരു ഭിത്തിയൊക്കെ കണ്ടപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. കാരണം ആ സൺസെറ്റിൻ്റെ ലൈറ്റൊക്കെ അടിച്ച് നല്ലപോലെ അതൊന്ന് തിളങ്ങി നിൽക്കുന്ന പോലെയൊക്കെ തോന്നി. അല്ല, അവിടെ എന്തോ ഉത്സവം ഉണ്ടായിരുന്നു തോന്നുന്നു. ഇനി പെയിൻ്റ് അടിച്ചാണോ എന്ന് അറിയില്ലേ. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഈ വിമാനം കാണണം, ഹെലികോപ്റ്റർ കാണണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എത്തിക്കഴിയുമ്പോൾ അച്ചൂട്ടിന് കുറച്ച് നേരത്തേക്ക് തൊടാൻ പറഞ്ഞാൽ കണ്ണും തൊടിപ്പിച്ചാലോ എന്നൊക്കെ പേടിച്ച് ലാസ്റ്റ് അവിടെ നിന്ന് കരഞ്ഞ് വിളിച്ച് എൻ്റെ അടുത്ത് വന്നു കേട്ടോ. പിന്നെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഒന്ന് മെല്ലെ തൊടിപ്പിക്കുകയൊക്കെ ചെയ്ത് ഞാൻ പിന്നെ മെല്ലെ വർത്താനമൊക്കെ പറഞ്ഞ് മെല്ലെ ഇറങ്ങി വന്നു. പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അവിടെ കുറച്ച് നേരം പുല്ലിൻ്റെ അവിടെ ഇരുന്ന് കളിക്കട്ടെ എന്നും പറഞ്ഞ് വിട്ടതാ. ആൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? അവൻ്റെ മെയിൻ സ്ഥലമാണ് ഇത്. അവിടെ പോയി എന്തായാലും അവന് സ്ഥലം കറക്റ്റായിട്ട് ഓർമ്മയുണ്ടാവും. അതിൽ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്. നേരെ പോവും. ലോറി വേണം, JCB വേണം, എപ്പോൾ പോയാലും എന്തെങ്കിലുമൊക്കെ വേണം. ഇപ്പം അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവൻ നോക്കിയ സാധനം അവിടെ കണ്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയി. ഈ ഒരു ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കണ്ടപ്പം. എനിക്കല്ല കേട്ടോ, എൻ്റെ അനിയൻ്റെ മോൾക്ക് വാങ്ങാമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ അതൊക്കെ നോക്കി ലാസ്റ്റ് ഞാൻ ആ ഒരു ബാഗ് എടുത്തു കേട്ടോ. ആദ്യം ഞാൻ ആ തൊട്ടിട്ടുള്ള ആ ഒരു ബാഗ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അച്ചൂട്ടിന് ഞങ്ങൾ ലോറിയൊക്കെ വാങ്ങിക്കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോയി നോക്കുമ്പോഴാണ് ഈ ബബിൾസ്. അതെനിക്കും ഇങ്ങനെ തട്ടി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ആ ചേട്ടൻ ബബിൾസ് ഇങ്ങനെ വിട്ട് തന്നതുകൊണ്ട് ഞാനും അച്ചൂട്ടനും കൂടെ കുറച്ച് നേരം അത് തട്ടി കളിച്ചു. പിന്നെ മറ്റേത് വെറുതെ ഞങ്ങൾ റേറ്റ് വെച്ചപ്പോൾ അത് ഈ സാധനത്തിന് 200 രൂപയാണ് കേട്ടോ. പക്ഷെ അത് വന്നപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ അത്രയ്ക്ക് ഇതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ കടലിൻ്റെ അങ്ങോട്ട് ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോയതാണ്. പക്ഷെ ഇറങ്ങുന്നിടത്ത് നല്ല ബീച്ചിങ്ങനെ നല്ല കയറി നിൽക്കുന്ന പോലെ തോന്നി. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയില്ല.
പിന്നെ അതുമല്ല അവിടെ ഈ തോണി ഇങ്ങനെ കയറ്റി വലിച്ചിടുന്നതുകൊണ്ട് ട്രാക്ടർ പോയി വലിച്ചിടുന്നുണ്ട് അവിടെ മൊത്തം മണ്ണാണെങ്കിൽ ബീച്ചിൻ്റെ സൈഡത്തെ മണലിങ്ങനെ പൊങ്ങി പൊങ്ങി ഇരിക്കുന്നത്. അപ്പം പിന്നെ ഷൂവിലേക്ക് മണൽ കയറണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയില്ല. പിന്നെ അച്ചൂട്ടിനെ ഇതാക്കാൻ വേണ്ടി ഞാൻ പൈനാപ്പിളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞാണ് ഈ സാധനം, ഇതിനെന്താ പറയുന്നതെന്ന് അറിയില്ല, മറ്റേ എറിയുമ്പോൾ ഇങ്ങനെ പടക്കം പൊട്ടുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടും. അത് ഞങ്ങൾ വാങ്ങി പകുതി എണ്ണത്തിലും പൊട്ടിയൊന്നുമില്ല, പകുതി എണ്ണം പൊട്ടി. പിന്നെ അത് കുറച്ച് നേരം അച്ചൂട്ടിനെ കളിപ്പിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അങ്ങനെ അതിൽ കളിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. പക്ഷേ ഈ സാധനമൊന്നും ഞാനിതുവരെ എൻ്റെ നാട്ടിൽ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഇനി ഉണ്ടോയെന്നും അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അമ്പലത്തിലാണെങ്കിൽ ഉത്സവപ്പറമ്പിൽ അങ്ങനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഇവിടെ വന്ന ശേഷമാണ് ഇത് കാണാൻ തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് അച്ചൂട്ടന് ബീച്ചിൽ പോകാൻ കുറേ വാശി പിടിച്ചു. അത് കഴിഞ്ഞ് ഈ ട്രെയിൻ കണ്ടപ്പം ആ വാശി മാറ്റാൻ വേണ്ടി അതിലൊന്ന് കയറ്റിയിരുത്തി. പിന്നെ ഞങ്ങൾ എപ്പോൾ പോയാലും ചായ വേറെ എവിടെ നിന്നും കുടിക്കാറൊന്നുമില്ല. അവിടെ ഒരു കേരള ഫിഷറീസ് വകുപ്പിൻ്റെ ഒരു വാൻ ഉണ്ട്. അതിൽ എല്ലാം നമുക്ക് കിട്ടും. ചായ വേറെ ഒന്നുമല്ല, ഫിഷ് ഐറ്റംസ് ഒക്കെ കിട്ടും. ഫിഷ് ഐറ്റംസ് ഇങ്ങനെ എന്താ ഫിഷ് ഫിംഗർ, എനിക്കതാണ് ഏറ്റവും ഫേവറേറ്റ് ഉള്ളത്. കട്ട്ലറ്റ്, അങ്ങനെ ഞണ്ടിൻ്റെ അങ്ങനെ എന്തൊക്കെയോ കിട്ടും. അവിടെ നിന്നാണ് ഞങ്ങൾ കഴിക്കാറ്. അവിടുന്ന് പിന്നെ ചായയും കുടിച്ച് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിങ്ങനെ നടന്നു. അച്ചൂട്ടിനെ പിന്നെ ഇറക്കി വിട്ടാൽ പിന്നെ പറയണ്ട, അവൻ അതിലെ ഓടി ഇതിലോടി, ഞാൻ പുറകെ ഓടിയിട്ടൊന്നും കിട്ടുന്നില്ല. ലാസ്റ്റ് ഞാൻ എടുത്തു തിരിച്ച് ഞങ്ങൾ പോന്നു. അപ്പോഴത്തേനും വണ്ടി കയറിയപ്പോഴത്തേക്കും അവൻ ഉറങ്ങി. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.